പുരുഷനുള്ളപ്പോൾ സ്ത്രീ മയ്യിത്ത് നിസ്കരിച്ചാൽ, പുരുഷൻ നിസ്കരിക്കാതെ സ്ത്രീ മയ്യിത്ത് നിസ്കരിച്ചാൽ അതനുവദനീയമല്ല. ഇമാമിങ്ങൾ പറഞ്ഞു ആ മയ്യിത്തിനെ നിന്ദിക്കലാണത്, ആ മയ്യിത്തിനെ നിസ്സാരപ്പെടുത്തലാണത്. ഇന്നാളൊരു സ്ഥലത്തൊരു അഭിപ്രായം കേട്ടു, ആണുങ്ങൾ നിൽക്കരുതെങ്കിലേ നിൽക്കരുത്, അങ്ങനെ കിതാബ് പറയുന്നത് ആണുങ്ങൾ നിൽക്കാറും കല്യാണം നിൽക്കരിച്ചിടും. അതിന്റെ മൊയ്ത്തമത് ആണുങ്ങൾ നിൽക്കരുതെന്നെ മുമ്പേ എന്റെ പണിക്ക് മേത്തക്കച്ച ഒരു ദോഷവും അതിലില്ല. കണ്ടോ? പെണ്ണുങ്ങളും കുട്ടിയൊക്കെ ഫർദ് കിഫില്ലല്ലോ, അവര് മയ്യത്ത് നിസ്കരിച്ചു. ആണുങ്ങളെ നിസ്കരിക്കുമ്പോൾ ആണുങ്ങളെ ശേഷം, എന്നാൽ തക്കവിന ഫിലൻ അത് അവർക്ക് ഫറദായിട്ട് വരൂല, സുന്നത്തായിട്ടേ വരും. എന്നൽ ഫറദ ലാത്തവിദ്യ വേളി ഫറദ് കിഫ പെണ്ണുങ്ങളോട് കുഞ്ഞുങ്ങളോട് ബന്ധപ്പെടൂല. വക്കത്തബസ്സിം ഇബ്നു ഖാസിം എന്ന മഹാനവർ ഔ ബഅദഹും ആണുങ്ങളെ ശേഷം എന്ന് പറഞ്ഞ ആ ഇബാറത്ത് കദിയുദുല്ലു ചിലപ്പോ തോന്നും അലംദിനായി സലാത്തിഹിന്ന ഖബല റിജാൽ ആണുങ്ങളെ മുമ്പ് പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല തോന്നും. അതൊന്ന് ചിന്തിച്ചോ. ഇത് നിഹായന്റെ ഷറഹ് 181 പേജിൽ വളരെ വ്യക്തമായ ഒരു കിതാബ് എന്റെ വശം ഉണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ കാണിച്ചു കൊടുക്കാം. ഇത് വളരെ മുൻപേ ഉള്ള സംഗതിയാണ്. പുരുഷൻ മയ്യിത്ത് നിസ്കരിച്ചതിന് ശേഷം സ്ത്രീകൾ നിസ്കരിച്ചാൽ അതിൽ കുഴപ്പമില്ല. സ്ത്രീകൾക്ക് പ്രത്യേക സുന്നത്തില്ലെങ്കിലും നിസ്കരിക്കുന്നതിന് കുഴപ്പം ഇല്ല, ഫർദ് എന്തായാലുമില്ല. പുരുഷനുള്ളപ്പോൾ അങ്ങനെ പുരുഷന്റെ നിസ്കാര ശേഷം നിസ്കരിച്ച ചില സംഭവങ്ങൾ, ബീവി ആയിഷ ബീവി നിസ്കരിച്ചത്, നഫീസത്തുൽ മിസ്രിയ നിസ്കരിച്ചത്, അങ്ങനെയൊക്കെ ചിലത് കാണാം. അത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മഹാന്മാർക്ക് മയ്യിത്ത് നിസ്കരിക്കാറുണ്ടല്ലോ. ആ നിലക്ക് നിസ്കാരം ശാഫി ഇമാമിന്റെ മയ്യിത്ത് നിസ്കാരം നഫീസത്തുൽ മിസ്രിയ നിസ്കരിച്ചത് പുരുഷന്മാരെ നിസ്കാരത്തിന്റെ ശേഷമാണ്. ആദ്യം പെണ്ണ് നിസ്കരിക്കാൻ പാടില്ല. ആണുങ്ങൾ ഉള്ളപ്പോൾ പെണ്ണുങ്ങൾക്ക് മയ്യിത്ത് നിസ്കാരം അത് സുന്നത്താണ്. അത് ഫിഖ്ഹിന്റെ ഒരുപാട് കിതാബുകളിലൊക്കെ അത് വിവരിക്കുന്നുണ്ട്. കുറച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അന്ന ആയിഷത്ത റളിയല്ലാഹു തആല അൻഹാ സല്ലത്ത് അലാ സഅദ് ബിൻ അബീ വഖാസ് വഹിയ മഅഹു ഫിൽ മസ്ജിദ്. ഇത് ഖല്ലൂബി എന്ന കിതാബിന്റെ 348 പേജിൽ പറയുന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? റസൂലുള്ളാഹിന്റെ ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ സഅദ് ബിൻ അബീ വഖാസിന്റെ മേൽ മയ്യിത്ത് നമസ്കരിച്ചിരുന്നു. പുരുഷന്റെ നിസ്കാര ശേഷം നിസ്കരിച്ച ചില സംഭവങ്ങൾ, ബീവി ആയിഷ ബീവി നിസ്കരിച്ചത്, നഫീസത്തുൽ മിസ്രിയ നിസ്കരിച്ചത്, അങ്ങനെയൊക്കെ ചിലത് കാണാം. അത് ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മഹാന്മാർക്ക് മയ്യിത്ത് നിസ്കരിക്കാറുണ്ടല്ലോ. സൗജാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൈന അലാ സഅദ് ബിൻ അബീ വഖാസ്. സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ മൗത്തായപ്പോൾ റസൂലുള്ളാഹിന്റെ എല്ലാ ഭാര്യമാരും മയ്യിത്ത് നമസ്കരിച്ചു എന്ന് ശറഹുൽ മുഹദ്ദബി എന്ന കിതാബിന്റെ 348 പേജിൽ അത് വളരെ വ്യക്തമായി വിവരിക്കുന്നു. ഇത് സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ഈ ദുനിയാവിൽ ഖുർആൻ കേട്ട ബുഖാരി മുസ്ലിമാണ്. ആ സഹീഹ് മുസ്ലിം എന്ന കിതാബിൽ എഴുതിയ ഹദീസാണ്. ലമ്മാ തുഫിയ സഅദ് ബിൻ അബീ വഖാസ് അർസല അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ മരിച്ചപ്പോ റസൂലുള്ളാഹിന്റെ എല്ലാ ഭാര്യമാരും ഒരാളയച്ചു. എന്താ ഉദ്ദേശം? നിങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഞങ്ങളെ വീട്ടിന്റെ മുൻവശത്ത് കൂടി മയ്യത്ത് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് നിസ്കരിക്കണം. അള്ളാന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ കിടന്നാൽ ആയിഷാ ബീബിന്റെ മടിയിൽ തലവെക്കും. ആയിഷാ ബീബി വീട്ടിലാണ്, പള്ളിയിൽ ചവിട്ടുന്ന ആയിഷാന്റെ പുരയിലാണ്. ആ പുരയിലാ റസൂലുള്ളാഹിന്റെ ഖബറുള്ളത്. കണ്ടവരുണ്ടല്ലോ. അതുപോലെയാണ് ഭാര്യമാരെ വീടുകളെല്ലാം. അപ്പൊ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒന്ന് ഞാളെ ഈ റൂമിന്റെ മുൻവശത്ത് കൊണ്ടുവരണം, ഞങ്ങൾക്ക് നിസ്കരിക്കാം. അങ്ങനെ ഫഅലു അവരത് ചെയ്തു. സഅദ് ബിൻ അബീ വഖാസിന്റെ മേൽ മയ്യിത്ത് നമസ്കരിക്കാൻ വേണ്ടി
ഈ കൊണ്ടുവരുന്ന കക്ഷികൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ റൂമിന്റെ മുൻപിൽ മയ്യത്ത് വെച്ചു കൊടുത്തു, അവർ നമസ്കരിച്ചു. ഇത് സഹീഹ് മുസ്ലിം എന്ന കിതാബിന്റെ 983 ഹദീസാണ്. 375 പേജ് നോക്കിയാൽ കാണാം. ചിന്തിക്കുന്നവർക്ക്, മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ട. ഇനിയും കേട്ടോ, വഅമ്മൻ നിസാഉ ഫൈൻ കുന്ന മഅർ റിജാൽ. ഒരു സ്ഥലത്ത് മയ്യത്ത് നിസ്കരിക്കാൻ ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒരേ നേരം നിസ്കരിക്കുക കുറെ ആൾ. എന്നാൽ സല്ലൈന മുഖ്തദിയാത്തിൻ ബി ഇമാമിർ റിജാൽ, ആണുങ്ങളെ ഇമാമ് ആരാണോ ആ ഇമാമിനെ തുടർന്നു കൊണ്ട് തന്നെ പെണ്ണുങ്ങളും മയ്യത്ത് നമസ്കരിക്കട്ടെ. ഇനി വൈൻ തമഹദന, പെണ്ണുങ്ങൾ മാത്രമാണ് നിസ്കരിക്കുന്നത്. ഇത് വലിയ ഇഷ്കാലായിപ്പോ, പെണ്ണുങ്ങൾ സ്വന്തം നിസ്കരിച്ചോളാം. കിതാബ് പറഞ്ഞു വൈൻ തമഹദന, പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ നിൽക്കരുത്, ബാക്കിയെല്ലാം പള്ളിയുന്ന. എന്നാൽ ഖാലൽ ഇമാം ശാഫിഈ വൽ മുസന്നിഫ് വൽ അസ്ഹാബ് ഉസ്തുഹിബ്ബു ലഹുന്ന അൻ യുസല്ലി. ഇമാം ശാഫി തങ്ങളും അസ്ഹാബ് ശാഫിഇയ്യത്തും മുഹദ്ദബിന്റെ മുസന്നിഫും അവരെല്ലാം തന്നെ പറഞ്ഞു യുസല്ലീന, പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നമസ്കരിക്കാം. ഇത് ശറഹുൽ മുഹദ്ദബ് എന്ന കിതാബിന്റെ 5-ാമത്തെ ജുസു 215 പേജിൽ പറയുന്നു.